ഹായ്, പള്ളിക്കൊപ്പം ഇറങ്ങുവാണേ. പള്ളിക്ക് പോകുന്ന നമ്മുടെ കൺവെൻഷൻ്റെ പരിപാടിയൊക്കെ ഉപ്പുപാറ സെൻട്രലിലേക്ക് പോവാം. ഇടയ്ക്ക് പ്രാർത്ഥനയ്ക്ക് പോകണമെന്ന് വിചാരിച്ചാൽ പോകാൻ പറ്റിയില്ല. എന്നിട്ട് ഞായറാഴ്ച ഇപ്പോൾ തുടങ്ങിക്കാണും. 9:30 തുടങ്ങും. ഇപ്പോൾ 9 മണിയായേ. പോകുന്ന വഴിയുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടൊക്കെ പോവാം അല്ലേ. വീട്ടിലിപ്പോൾ ഇവിടെ എല്ലാവരും ഒന്നും ഇല്ല. എന്നാൽ പോയേക്കാം. നമ്മുടെ ബോഗൺവില്ലയൊക്കെ ഇങ്ങനെ പൂത്ത് തുടങ്ങി കേട്ടോ. ഇത് കണ്ടോ, അത് അധികമില്ല. കുറച്ച് ചെടികളൊക്കെ ഇതാ ഇവിടെ ഒരുത്തരപ്പും കൂടെ പൂത്തിട്ടുണ്ടേ. എനിക്ക് ചെറിയ പൂച്ചെടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ അടുത്ത് അത്ര വലിയൊരു ഗാർഡനൊന്നുമില്ല, ഇതുപോലെയൊക്കെ ഉള്ളേ. പിന്നെ ഇവിടെ ഇത് കുറച്ചൊക്കെ അത് നല്ല സെറ്റായിട്ട് പൂത്ത് നിൽപ്പുണ്ട്. റോസ് കണ്ടോ, നല്ല രസമല്ലേ കാണാൻ. കിണറ്റിലെ വെള്ളം പറ്റി കേട്ടോ. അപ്പോൾ നമ്മൾ മേടിക്കുവാണ് വെള്ളമേ. മേടിക്കുമെന്ന് പറഞ്ഞാൽ അടുത്തുള്ള ഒരു ചേട്ടൻ നമുക്ക് വെള്ളം തരുന്നുണ്ട്. അതുകൊണ്ട് വലിയൊരു ഉപകാരം. അപ്പോൾ നമുക്കെന്നാൽ പോവാം. അപ്പോൾ നമുക്കിനി പള്ളിക്കിലേക്ക് പോവാം അല്ലേ. അവിടെ ചെന്ന് കാണാം. പോകുന്ന വഴിക്കുള്ള കുറച്ച് കാഴ്ചകൾ കാണുകയും ചെയ്യാം. ഇതാണ് നമ്മൾ പുറത്തേക്ക് പോണ വഴി. ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള, എന്നാലും ഒന്നുകൂടെ കണ്ടേക്കാല്ലേ. ഇന്നിപ്പോൾ ഈ വീഡിയോ എല്ലാം ഞാൻ മൊത്തം വൈഡ് ആംഗിളിൽ എടുക്കണം കേട്ടോ. ചുമ മാറുന്നില്ല. ജലദോഷപ്പനി എല്ലാം കൂടെ പിടിച്ചിട്ടേ ഒരു രക്ഷയില്ല. അപ്പോൾ നമുക്ക് വാഴത്തോട്ടത്തിൽ കൂടെ റോട്ടിലോട്ടിറങ്ങാം. ഇപ്പം റോഡല്ലാവേ കളറ് പോയിട്ടോ. കാരണം എന്താ വെച്ചാൽ മഴയൊന്നുമില്ല, എല്ലാം വെയിലുകൊണ്ട് ഭയങ്കര ഉണക്കായി. എന്നാലും ആ ഒരു ഗ്രാമീണ പശ്ചാത്തലമൊക്കെ എങ്ങനെയുണ്ട്. നമ്മുടെ വണ്ടി ഇവിടെ ഇരിക്കും. ഞാൻ ഇന്നലെ രാത്രി മൂടാതെയാണോ വണ്ടി ഇട്ടേച്ച് പോയത്. മൂടുന്ന കാര്യം മറന്നു കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് വണ്ടി എടുക്കുന്നില്ല. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു തരാവേ. വണ്ടി എടുക്കാതെ ബസ്സിന് പോകുന്നത്. രാവിലെ നല്ല വെയിലാട്ടോ. ചില വെളുപ്പിനെ ഇറങ്ങുമ്പോൾ അതിന് താഴെയൊക്കെ മഞ്ഞുണ്ടായിരുന്നേ. മരങ്ങളൊക്കെ ഉണങ്ങി തുടങ്ങി. തെങ്ങ് നോക്കി, ഒരു പഴയ തെങ്ങാണ്. അതേലും അത്ര വലിയതായിട്ട് കായൊന്നുമില്ല. വെള്ളത്തിൻ്റെ പ്രശ്നമാണ് ഇനിയിപ്പം മെയിനായിട്ടുള്ളത്. അപ്പുറത്തെ പറമ്പുകാരൻ ഇവിടെ കുറേ ചാണകപ്പൊടിയൊക്കെ കൊണ്ടിട്ടുണ്ടേ, ഏലത്തിനൊക്കെ ഇടാൻ വേണ്ടി. ഇവിടെ നല്ല ഏലമാണ്. ഈ വെയിലിൻ്റെ പ്രശ്നം കാരണമാണ് അതുകൊണ്ടോ നെറ്റ് കെട്ടിയിടുന്നുണ്ടോ. ഈ പടിഞ്ഞാറൻ വെയിൽ, അതുപോലെ കിഴക്കൻ വെയിൽ കുറച്ച് കഴിയുമ്പോൾ നല്ല ചൂടാണ്. ഇവിടെ കണ്ടോ നല്ലൊരു ബോഗൺവില്ല പൂത്ത് നിൽക്കുന്നത്, വെള്ള കളർ. അതുപോലെ ഇവർ ഈ വഴി സൈഡിലും കുറേ പൂക്കളൊക്കെ പിടിച്ചിട്ടുണ്ട്, നല്ല റോസാപ്പൂക്കൾ. ഇപ്പോൾ കുറഞ്ഞു. ഇവിടെ ഒരു ബോഗൺവില്ലുണ്ട്, നല്ല ചുവപ്പ്. കൃഷിക്ക് വേണ്ടിയുള്ള വളങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടിട്ടിരിക്കുക. പിന്നെ താഴെ കപ്പയാണ്. ഈ മുളത്തെ വീട്ടുകാർ കപ്പ ഇട്ടേക്കുന്ന പുള്ളിക്കാരനെല്ലാം ഇവിടെ കപ്പ കൃഷി, വാഴ, ഇങ്ങനെ മാറി മാറി ഓരോ കൃഷികൾ പരീക്ഷിക്കും. നമ്മൾ വന്ന കാലം പോലുള്ള ഞങ്ങൾ ഈ സ്ഥലം മേടിക്കാൻ ആദ്യം നോക്കിയതായിരുന്നേ. ഈ ഒരു വീട് ഇരിക്കുന്നുണ്ടോ. അച്ചായി ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്, അച്ചായിയുടെ വീടാണ്. ഈ ജംഗ്ഷൻ പിന്നെ അറിയാലോ അല്ലേ. നാളെ വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലേ, എന്നാലും ഒന്നുകൂടെ പറഞ്ഞേക്കാം. ഇത് താഴോട്ട് വെള്ളാങ്കണ്ടം പോകുന്ന വഴിയാണേ. അപ്പുറത്തെ റോഡിൻ്റെ വർക്കൊക്കെ നടന്ന സമയത്ത് ഈ വഴിക്കാണ് വാഹനങ്ങളൊക്കെ, ബസ് വരെ പോയിക്കൊണ്ടിരുന്നത്. വെള്ളാങ്കണ്ടം വഴി അങ്ങനെ കോട്ടയൊക്കെ പോവാം. നേരത്തെ നല്ല പച്ചപ്പാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്തപ്പോൾ ഇവിടെ കുറച്ചുകൂടെ പച്ചപ്പുണ്ടായിരുന്നേ. ഇപ്പോൾ ആ പച്ചപ്പ് കുറഞ്ഞു പോയി വെയിൽ കാരണം. ഈ നാട്ടുവഴിയിൽ കുറച്ച് വെയിൽ, കുറച്ച് തണൽ, ഇങ്ങനെ നിഴലടിച്ച് കിടക്കുന്നതാണ് നല്ല ഭംഗിയല്ലേ. എൻ്റെ ഒരു അഭിപ്രായമാണേ. ഈ മുകളിൽ 2 വീട് ഇരിപ്പുണ്ടേ. അത് പണിതിട്ട് അധികം ആയില്ല.
അപ്പുറത്തെ പറമ്പുകാർ പണിതാണ്. അവർക്കപ്പുറം ഒരു വീടൊക്കെ ഉണ്ട്, വാടകയ്ക്ക് കൊടുത്തിട്ടിരിക്കുന്ന 2 വീടും. നല്ല വീടുകളാണ്. നമ്മുടെ ഗ്രാമത്തിലെ കാഴ്ചകളാണ് കണ്ടുകൊണ്ട് വരുന്നത് കേട്ടോ. ഇനി ഞാനതങ്ങനെ ഇന്നാളൊക്കെ ഒന്ന് ചെറുതായിട്ട് എടുത്തായിരുന്നു. ഇപ്പോൾ ഇച്ചിരി നന്നായിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ നന്നായിട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോവാം. ഇതാണ് ആ വീട് കേട്ടോ. ഇതിൽ നമുക്ക് അവിടെ ഒരു ആശ്രമമുണ്ട്. ആശ്രമത്തിലൊരു പള്ളിയൊക്കെ ഉണ്ട്. അങ്ങോട്ട് പോകുന്നൊരു ഷോർട്ട് കട്ട് വഴി ഇത്. വീടിൻ്റെ മുറ്റത്ത് ഇതുപോലെ 2 തെങ്ങൊക്കെ ഉണ്ടെങ്കിലേ ഇത്ര നല്ലതല്ലേ കാണാൻ. ഇതാണ് ചിറ്റപ്പനാട്ടുകാരുടെ വീട്. ഇവരുടെയാണ്. അപ്പുറത്താ വേറെ 2 വീടുണ്ടാക്കി ഞാൻ പറഞ്ഞില്ലേ, അതവരുടെയാണ്. ഇവിടെ ഒരു മഞ്ഞ ചെടി ഇങ്ങനെ പൂത്തു വയ്ക്കുന്ന നോക്കിയേ. നമ്മുടെ വീടിൻ്റെ മുറ്റത്തുണ്ട്, കുറേ ഇട വെട്ടിക്കളഞ്ഞേ. ഇവിടെ നമുക്കൊരു ബൈക്ക് വർക്ക്ഷോപ്പും വാട്ടർ സർവീസും ഒക്കെ ഉണ്ടേ. ഇടയ്ക്ക് നമ്മൾ വണ്ടി പണിക്കൊക്കെ ഇവിടെ കൊണ്ട് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ നടന്ന് ലെപ്പക്കര എത്തി കേട്ടോ. ഒരു ആശുപത്രി ഉണ്ട്. അങ്ങനെ നമ്മൾ ലെപ്പക്കര സിറ്റിയിലെത്തിയേ. ഇനി ബസ് വരണം, ബസ് അതിൽ കയറി പോകണം. ഇത് നമ്മളെ സഞ്ജയൻ്റെ അവിടെ കപ്പയൊക്കെ കിടക്കുന്നതാണേ. ഇപ്പം ഇരിക്കട്ടെ. ഇതാണ് നമ്മുടെ പച്ചക്കറിക്കട, പച്ചക്കറിക്കടയുടെ ഓണർ. ഹായ്, എരാടോ അല്ലേ? രാവിലെ തിരക്കാണോ? തിരക്കില്ല, ഞാൻ ചെറിയൊരു യൂട്യൂബറാ. അങ്ങനെ വ്യവസായമല്ലോ. ഓക്കെ, ഇവിടുന്നാണ് കേട്ടോ നമ്മൾ അത്യാവശ്യം പച്ചക്കറി പലചരക്ക് സാധനങ്ങളൊക്കെ മേടിക്കുന്ന കടയാണ്.
അപ്പം നമ്മളങ്ങനെ പള്ളിയിലേക്ക് കയറിപ്പോവാണ്. ഉപ്പോറ വന്ന് ഇറങ്ങിയിട്ട് മുകളിലാണ് നമ്മുടെ ചർച്ച്, സെൻട്രൽ ചർച്ച്. പ്രാർത്ഥന ഒരിക്കൽ കൂടെ സഹായമായി ചോദിച്ചുകൊണ്ട് ഞാൻ സാക്ഷി ഇങ്ങനെ പള്ളിപ്പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉപ്പോറ ടൗണിൽ നിന്ന് ബസ് സ്റ്റാൻഡിലോട്ട് പോവാണ്. അവിടുന്ന് ബസ് കയറി തിരിച്ചു പോകണം. നമുക്ക് ബസ് കിട്ടി. ആ ബസ്സിൽ കയറി നമ്മൾ ഇനിയിപ്പോൾ കട്ടപ്പനയ്ക്ക് പോവാണേ. കട്ടപ്പന പോയിട്ട് തിരിച്ച് പിന്നെ അടുത്ത ബസ്സിന് കയറി നമ്മളെ സിറ്റിയിലേക്ക് വരണം. മേരികുളം, ഇവിടെ നമുക്ക് പുല്ലുമേടൊക്കെ പോകാം. പുല്ലുമേട്, കുമളി, മേരികുളം പള്ളിയൊക്കെ മുകളിൽ കാണുന്നത്. ആ വഴിക്ക് അങ്ങനെ കുമളിക്ക് പോവാം. മേരികുളത്തെ സെൻറ് മേരീസ് ഹൈസ്കൂൾ. മാട്ടുക്കട്ട, ഇവിടെ നമുക്ക് അയ്യപ്പൻകോവിലൊക്കെ വഴി തിരിഞ്ഞ് പോകണമാണ്. മാട്ടുക്കട്ട ഇപ്പോൾ മൊത്തം മാറി, റോഡ് പണി വന്നപ്പോൾ.
കട്ടപ്പന ഗുരുമന്ത്രം ജംഗ്ഷൻ. താഴെ കാണുന്ന കട്ടപ്പന സെൻട്രൽ ജംഗ്ഷനാണേ. നമ്മൾ കട്ടപ്പന മാർക്കറ്റിൽ പോയിട്ടൊക്കെ കുറേ ആയേ, ഒന്ന് പോയി നോക്കാം. കുമളി റോഡ്, ഇത് ഭായിമാരായിരിക്കും കൂടുതലും. ഇതാണ് കട്ടപ്പന മാർക്കറ്റ് ജംഗ്ഷൻ. ഈ ആഴ്ച ആൾക്കാർ തിരക്ക് കുറവാണേ. നല്ല ഭംഗിയുള്ളൊരു മാർക്കറ്റാണ് നമ്മുടെ കട്ടപ്പന മാർക്കറ്റ്. മീനുമൊക്കെ ഇറച്ചിയൊക്കെ കിട്ടുന്ന മാർക്കറ്റാണ് താഴത്തെ മാർക്കറ്റ്, കോഴിക്കട. വെജിറ്റബിൾസിൻ്റെ ഒക്കെ മാർക്കറ്റ് ഇവിടെ ഉണ്ട്. ഇപ്പോൾ മെയിനായിട്ട് ഇവിടെ മീനും ഇറച്ചിയൊക്കെയാണ്. ഇതാണ് മീൻ മാർക്കറ്റ്. ഈ മാർക്കറ്റ് ഇപ്പോൾ ഇച്ചിരി ഡൗൺ ആയ പോലെ ഉള്ളു കേട്ടോ. മീൻ കച്ചവടമൊക്കെ ഇവിടെ കുറവാണ്. മീൻ മാർക്കറ്റൊക്കെ ഇവിടുന്ന് താഴോട്ട് മാറി. അല്ലേ നേരത്തെ ഭയങ്കര മീൻ കച്ചവടമൊക്കെ ഉണ്ടായിരുന്ന ഒരു മാർക്കറ്റാണ് ഈ താഴത്തെ മാർക്കറ്റ്. അങ്ങനെ നമ്മൾ കുറച്ച് ബീഫൊക്കെ മേടിച്ചു. ഇനി അവിടുന്ന് ഏകദേശം കപ്പയും കൂടെ മേടിക്കണം. കേരള ലോട്ടറിയൊക്കെ ഉണ്ട്, വേണോ? തുണികൾ ഇഷ്ടം പോലെ ഉണ്ട്. ഈ സൈഡൊക്കെ ഞായറാഴ്ച ആയതുകൊണ്ട് കുറേ കടയൊക്കെ അടവാണ്. പച്ചക്കപ്പയുണ്ട് ഇച്ചിരി മേടിക്കാതെ. മേടിച്ചു, കപ്പ മേടിച്ചു. ഇനിയിപ്പോൾ നമുക്ക് ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് പോകാം. ഇവിടെ ആൾക്കാർ ക്യൂ ആന്ന് പറഞ്ഞ പോലെ എല്ലാം ഭായിമാരാ. ഇത് കുന്തളംപാറ റോഡാണേ. ഈ സൈഡിലെ കുറേ കടകളൊക്കെ തുറക്കുന്നുണ്ട്. ഇന്നത്തെ കട്ടപ്പനയിലെ കച്ചവടം മെയിനായിട്ട് ഈ ഭായിമാരെയൊക്കെ ഉദ്ദേശിച്ചുള്ള കച്ചവടമാണ്. എല്ലാ തരത്തിലും മൊബൈലും ഹോട്ടലും പലചരക്കും പച്ചക്കറി എല്ലാം. ഇവിടെ ഭായിമാർക്ക് കുറേ കച്ചവടങ്ങളൊക്കെ ഉണ്ട് വഴിക്ക്. ഭായിമാർക്കും തമിഴ്നാട്ടുകാരുടെ കച്ചവടവും ഉണ്ട്. ജിലേബി കച്ചവടമൊക്കെ, ഇതൊക്കെ ഭായിമാരുടെ കച്ചവടം. കുന്തളംപാറ മലയാണ് അങ്ങ് ദൂരെ കാണുന്നത്. ഇവിടുത്തെ ഏറ്റവും ഉയരം കൂടിയ മലനിരയാണ്. താഴെ ബസ് സ്റ്റാൻഡിൽ നിന്ന് കുമളിക്കുള്ള ബസ് കയറി വരുന്ന ഇതും ഭായിമാരുടെ കടയാണ്. ഇപ്പോൾ ഇവിടങ്ങളിലെല്ലാം അവർ ഒത്തിരി കട ഇട്ടിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് സാധാരണ ഇവരുടെ ഒരു തിരക്ക് വരുന്നൊരു സ്ഥലമായിരുന്നു. ഇന്ന് തിരക്ക് കുറവാണ്. രാവിലെ ആയിരുന്നു തിരക്ക്. ഇപ്പോൾ ഉച്ച കഴിഞ്ഞില്ലേ, അതുകൊണ്ടായിരിക്കും ആളില്ലാത്ത. ഈ ഒരു മൊബൈൽ ഷോപ്പിലാണ് അവർ ഏറ്റവും കൂടുതൽ മൊബൈലൊക്കെ മേടിക്കുന്നത്. ഗാലക്സി മൊബൈൽ. ഇനി നമുക്ക് താഴെ ചെന്നിട്ടേ ബസ്സൊക്കെ ഒരു വീട്ടിൽ പോവേ. ഈ വഴി എങ്ങനെ ഇറങ്ങി ചെല്ലുന്ന ബസ് സ്റ്റാൻഡിലോട്ടാണ്. അപ്പം ബസ് സ്റ്റാൻഡാണ് താഴെ കാണുന്നത്. ഇവിടെല്ലാം ഇപ്പോൾ ഇഷ്ടംപോലെ കെട്ടിടങ്ങളുമായി കച്ചവടങ്ങളുമായി. ഇതൊക്കെ നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരു കണ്ടം പോലെ കിടന്ന സ്ഥലമാണ്. ഒരു 10-15 കൊല്ലം മുമ്പ് ചെളിയും കാടും ഒക്കെ കാരണം ആരും ഇങ്ങോട്ട് വരികയല്ലായിരുന്നു. നമുക്കുള്ള ബസ് അപ്പുറത്തെ സൈഡിലാണ്. കട്ടപ്പന ബസ് സ്റ്റാൻഡ്. ഈ സൈഡിൽ കോട്ടയം ബസ്സും ഉപ്പാറ ബസ്സും ഒക്കെ ഈ സൈഡിൽ. ഈ സൈഡിൽ കിടക്കുന്നല്ല കുമളി ബസ്സാണ്. ലേഡീസ് കണ്ടക്ടറൊക്കെ ആയി കേട്ടോ. നമ്മൾ ലേഡീസ് കണ്ടക്ടറാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കണ്ടിട്ട് കമൻറ്റൊക്കെ ഇടണേ. ലൈക്ക്, ഷെയർ, സബ്ബൊക്കെ ചെയ്യാൻ മറക്കരുത്. തൽക്കാലം ഇവിടെ കൊണ്ട് നിർത്തുവാണ്. മറ്റൊരു ഭംഗിയുള്ള വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.